നമസ്കാരം, ഞാൻ ഡോക്ടർ കവിത, ചീഫ് ഫിസിഷ്യൻ ആയുർസ്വസ്തി. കുഞ്ഞ് കരയുന്നു, നിലത്ത് കിടക്കുന്നു, എന്തു പറഞ്ഞാലും കേൾക്കുന്നില്ല. നമ്മൾ പലരും പരിചിതമായ ഒരു സീനാണിത്. ഇതാണ് ടെമ്പർ ടാൻട്രം. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികളുടെ ഈ വികാരപൂർണ്ണമായ പൊട്ടിത്തെറിയെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ലളിതമായ പരിഹാരങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ടെമ്പർ ടാൻട്രം എന്താണ്? കുഞ്ഞ് തൻ്റെ വികാരങ്ങൾ വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ചിലപ്പോൾ കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിലവിളിച്ച് നിലത്ത് കിടന്ന് ഉരുണ്ട് അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞ് അവൻ്റെ ആ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യും. ഇതിനെയാണ് ടെമ്പർ ടാൻട്രം എന്ന് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ 1 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെ ഇടയിലുള്ള പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളിലാണ് ഈ ടെമ്പർ ടാൻട്രം കണ്ടുവരുന്നത്. ഇതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ഇനി ഓരോന്നായിട്ട് നോക്കാം. സംസാരശേഷിക്കുറവ്. കുഞ്ഞിന് തൻ്റെ വികാരങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാതെ വരുമ്പോൾ അവന് ടെമ്പർ ടാൻട്രം ഉണ്ടായി എന്നിരിക്കാം. അതേപോലെ തന്നെ ശ്രദ്ധ നേടാനുള്ള ഒരു ശ്രമം. മാതാപിതാക്കൾ വളരെ തിരക്കോടുകൂടി എന്തെങ്കിലും ചെയ്യുമ്പം അവന് വിശക്കുന്നു അല്ലെങ്കിൽ ഉറക്കം വരുന്നു എന്നുള്ള, അല്ലെങ്കിൽ കുഞ്ഞിന് തളർന്നു പോകുന്നു എന്നിങ്ങനെയൊക്കെ ഉള്ളപ്പം കുഞ്ഞുങ്ങൾ അത് ഇറിറ്റേറ്റഡ് രൂപത്തിലായിരിക്കും അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം അതും ഒരു ടാൻട്രത്തിനുള്ള ഒരു കാരണങ്ങളാവാം. അതേപോലെ സ്വതന്ത്രബോധം. എനിക്ക് തന്നെ തീരുമാനമെടുക്കാൻ കഴിയും എന്ന് കുഞ്ഞ് ആഗ്രഹിക്കുമ്പം അതും ടെമ്പർ ടാൻട്രത്തിന് ഒരു കാരണമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ചോക്ലേറ്റ് ഇരിക്കുന്നു, അത് അവന് വേണം, അത് അതിന് വേണ്ടിയുള്ള ഒരു വാശിയൊക്കെ കാണിക്കും അല്ലേ. അപ്പം ഇതെല്ലാം ഒരു ടെമ്പർ ടാൻട്രമാണ്. ഇത് സാധാരണമാണ്, കുഞ്ഞിൻ്റെ തെറ്റല്ല, അത് അവൻ്റെ വികാര ഭാഷയാണ് ഈ ടെമ്പർ ടാൻട്രം എന്ന് പറയുന്നത്. പരിഹാരങ്ങൾ: ശാന്തമായിരിക്കുക. കുഞ്ഞ് കോപിക്കുന്നു എന്ന് കരുതി നമ്മൾ കൂടി കോപിച്ചാൽ പ്രശ്നം വലുതാകും. ആദ്യം ആഴത്തിൽ ശ്വാസമെടുക്കുക, ശാന്തമായി നിൽക്കുക. കുഞ്ഞ് നമ്മുടെ എനർജി കോപ്പി ചെയ്യും. കഡിലിംഗ് തെറാപ്പി. ചിലപ്പോഴൊക്കെ ടാൻട്രത്തിൻ്റെ കാരണം ശ്രദ്ധയും സ്നേഹവുമാണ്. അപ്പോൾ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുക. ഒരു കഡിലിംഗ് പോലെ ചെയ്യുമ്പോൾ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. റുട്ടീൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. വിശപ്പും ഉറക്കവും ടാൻട്രത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. സമയത്ത് ഭക്ഷണം, ഉറക്കം, കളി എല്ലാം ക്രമീകരിച്ച് കൊടുക്കുക. പോസിറ്റീവ് പ്രൈസ്. കുഞ്ഞ് ശാന്തമായി പെരുമാറുമ്പോൾ അത് പുകഴ്ത്തി പറയുക. വളരെ നല്ല കുഞ്ഞാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മനസ്സിന് വലിയ മാറ്റം ഉണ്ടാവും. നമുക്കുമാണ്, നമ്മൾ നല്ലതാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും അല്ലേ. കാരണം നമ്മളിലൊരു കുഞ്ഞ് ഉറങ്ങിക്കിടപ്പുണ്ട്. കുട്ടികളിലെ ടെമ്പർ ടാൻട്രം ഒരു പ്രശ്നമല്ല, അത് അവരുടെ വികാരത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഭാഷയാണ്. കോപിക്കാതെ ശ്രദ്ധ, സ്നേഹം, ക്ഷമ എന്നിവ കൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യകരമായ വികാര നിയന്ത്രണം പഠിക്കും. ഓർക്കുക, കുഞ്ഞിനെ മാറ്റാൻ ശ്രമിക്കേണ്ട, നമ്മുടെ സമീപനം മാറുമ്പോൾ തന്നെ കുഞ്ഞും മാറും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ക്യാപ് ക്രിയേഷൻ. താങ്ക് യു ആൾ.